വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ദേവസ്വം വിജിലൻസ് മൊഴിയെടുക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഗുഡ് ഈവനിംഗ്. ഈ തനിക്ക് ലഭിച്ചത് തന്നെ ചെമ്പുപാളിയാണ്, സ്വർണ്ണമൊന്നുമല്ലായിരുന്നു എന്ന വെളിപ്പെടുത്തലൊക്കെ ഇന്ന് നടത്തിയായിരുന്നല്ലോ. ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റിന, ഇന്ന് വൈകിട്ട് 3:30യോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്തെത്തി. അവിടെ വെച്ചാണ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. പ്രധാനമായും സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കം പോലും. കാരണം നിലവിൽ ഇത് സംബന്ധിച്ച് സ്വർണ്ണപ്പാളുകളെ സംബന്ധിച്ച് അത് ചെന്നൈയിലേക്ക് സ്വർണ്ണം പൂശാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് അത് ചെമ്പായിരുന്നു, തനിക്ക് കിട്ടിയത് ചെമ്പാണ്. ഒപ്പം തന്നെ അതിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയാണെങ്കിൽ കൂടി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വർണം പൂശി അതിൻ്റെ നിറം മങ്ങിയത് രണ്ടാമത് തങ്ങൾ ഒരിക്കലും പൂശുകയില്ല. അതുകൊണ്ട് തന്നെ പുതിയതായ ചെമ്പ് ലഭിച്ചാൽ മാത്രമേ പൂശുകയുള്ളൂ എന്നുള്ള അവരുടെ വാദവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് സ്വർണ്ണമാണെന്ന് തെളിയിക്കാൻ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് കഴിയണം. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ മഹർസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട സ്വർണ്ണമാണെന്നതിൻ്റെ തെളിവ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ മഹർസറില്ല. പക്ഷേ 1999 വിജയമല്ലെ പൂശിയത് സ്വർണ്ണമാണ്. അവരെ 30 കിലോഗ്രാമിലധികം സ്വർണം പൂശിയിട്ടുണ്ട്. അതിൽ 5 കിലോഗ്രാമോളം. ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.